അർജുൻ, ക്ഷമിക്കണം, ഗൂഗിൾ നമുക്കൊപ്പം നാമക്കലിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൂഗിളെ വല്ലാത്ത സംഭവമായി പോയി. അത് കേരള പോലീസ് അതിൻ്റെ അന്വേഷണം നടക്കുന്നു. ഉടനടി തമിഴ്നാട് പോലീസിലേക്കുമൊക്കെ വിവരങ്ങൾ കൈമാറുന്നു. വേഗത്തിൽ തമിഴ്നാട് പോലീസ് അവരെ കണ്ടെത്താൻ കഴിയുന്നു. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരു വലിയ കൊള്ളയാണ് അനാവരണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ആളുകളെ പിടികൂടാനും കഴിഞ്ഞു. എങ്ങനെയാണ് ഇനി അവരെ നമുക്ക് കേരള പോലീസിന് വിട്ടുകിട്ടുന്ന നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഒരാളെ കൊല്ലപ്പെട്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കേസൊക്കെ എങ്ങനെയാണ് തമിഴ്നാട് പോലീസും കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റ് 6 പേർ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഈ 6 പേരിൽ ഒരാൾക്ക് പരിക്കുണ്ടായ ആളെ കോയമ്പത്തൂർ ആശുപത്രിയിലാണ്. മറ്റ് 5 പേരുമുള്ളത് ഈ പോലീസ് സ്റ്റേഷനിലാണ്. ഇത് വെപ്പട എന്ന് പറയുന്ന ആ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെയാണ് ഇപ്പോൾ മറ്റുള്ള പ്രതികളൊക്കെ ഉള്ളത്. ഇന്ന് തന്നെ ഒരുപക്ഷെ രാത്രിയിൽ മെഡിക്കൽ എടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഇവരെ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതൊരു ഒരു എൻകൗണ്ടർ കേസ് കൂടി ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഗൗരവത്തിലാണ്, അതീവ ഗൗരവത്തിലാണ് തമിഴ്നാട് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ മരിച്ചത് ജുമാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു 40 വയസ്സുകാരനാണ്. അദ്ദേഹമാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ അജർ അലി എന്ന് പറയുന്ന 30 വയസ്സുകാരനും പരിക്കേറ്റിട്ടുണ്ട്. അജർ അലി ഇപ്പോൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിലാണ്. മറ്റ് 5 പേരും ഈ പ്രതികളും ഈ ഒരു പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട്. സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു റോബറി കേരളത്തിൽ നടക്കുന്നു. അതിനപ്പുറം തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 400-500 കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോൾ വലിയ ഒരു ഏറ്റുമുട്ടൽ, തമിഴ്നാട് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലും അതുമായി ബന്ധപ്പെട്ടൊരു മരണവും ഒക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശരി, എന്തായാലും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ കൊള്ള സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞു. കേരള തമിഴ്നാട് പോലീസുകളുടെ വളരെ കൃത്യമായ ഓപ്പറേഷൻ അത് വിജയത്തിലേക്ക് എത്തുന്നു. ഇനി കേരള പോലീസിന് അവരെ വൈകാതെ തന്നെ വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്ന വിവരങ്ങളാണ് നാമക്കലിൽ നിന്നും ഗൂഗിൾ VS നൽകിയത്.